എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആശ ജോഷി. ഞാൻ EduSkills ഇന്റർനാഷണലിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഒരു അഡ്മിൻ പാനൽ മെമ്പറും കൂടിയാണ്. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ EduSkills ഇന്റർനാഷണലിന്റെ മെന്റർ ആയിട്ടുള്ള ഫാദർ സലീം ജോസഫിന് നന്ദി പറയുന്ന ഇങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നതിന്. EduSkills ഇന്റർനാഷണൽ ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ OET പഠിക്കാനോ അതിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനോ അതിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാനോ നമുക്കൊരു പൈസ പോലും മുടക്കേണ്ട ആവശ്യമില്ല. ടെലഗ്രാം ഗ്രൂപ്പിലൂടെയും സൂം സെഷനിലൂടെയാണ് ഇതിൽ നമുക്ക് ക്ലാസ്സുകൾ ലഭ്യമാകുന്നത്. EduSkills ഇന്റർനാഷണലിന് ആകെ ഒരു മെന്റർ മാത്രമേ ഉള്ളൂ. അതാണ് റെവറൻഡ് ഫാദർ സലീം ജോസഫ്. ഇന്ന് നമ്മളിവിടെ കാണുന്നത്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് സബ് ടെസ്റ്റ് ആണ്. അതില് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് സോണിയ നമുക്ക് പറഞ്ഞു തന്നിരുന്നു, എങ്ങനെയാണ് ഒരു കേസ് നോട്ടിനെ സിമ്പിൾ സെന്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് പറഞ്ഞു തന്നത് ലിംനയാണ്, എങ്ങനെയാണ് സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി കൺവേർട്ട് ചെയ്ത് അതിനെ ഗ്രാമർലിയിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ലിംന പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ രണ്ട് വീഡിയോസും നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. അച്ഛൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന 21 സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഒരു കേസ് നോട്ടിനെ എങ്ങനെ OETക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ലെറ്റർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് ഈ 21 സ്റ്റെപ്പിലൂടെ നമ്മൾ പറയുന്നതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് 5th and 6th സ്റ്റെപ്പാണ്. അതായത് സിമ്പിൾ സെന്റൻസിനെയും കോമ്പൗണ്ട് സെന്റൻസിനെയും എങ്ങനെ നമുക്ക് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതിനുശേഷം അതിനെ എങ്ങനെ ഗ്രാമർലിയിൽ വെച്ച് നമുക്ക് കറക്ഷൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതില് റൈറ്റിംഗ് സബ് ടെസ്റ്റിന്റെ ഇതുവരെയുള്ള സ്റ്റെപ്സ് എങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാന്നുള്ളത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, ട്രാൻസ്ഫോം ഈച്ച് കേസ് നോട്ട് ഇൻ ടു സിമ്പിൾ സെന്റൻസ്, ചെക്ക് വിത്ത് ഗ്രാമർലി. തേർഡ് വൺ, transform simple sentence into compound sentences, then check with Grammarly. And fifth, transform simple sentence and compound sentence into complex sentences, again check with Grammarly. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ 5th സ്റ്റെപ്പ്, അത് എങ്ങനെയാണ് സിമ്പിൾ സെന്റൻസിനെയും കോമ്പൗണ്ട് സെന്റൻസിനെയും കോംപ്ലക്സ് സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിലെ എന്താണ് ഒരു കോംപ്ലക്സ് സെന്റൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. A complex sentence contains one independent clause that can stand alone and one or more dependent clause cannot stand alone. മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസും കംപ്ലീറ്റ് മീനിങ് ഇല്ലാത്ത ഒരു സെന്റൻസിനെയും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതില് കോംപ്ലക്സ് സെന്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മീനിങ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് വന്നാൽ അതിനുശേഷം നമ്മൾ കോമ ചേർക്കേണ്ട ആവശ്യമില്ല. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് വന്നതിന് ശേഷം നമ്മൾ ഒരു കോമ യൂസ് ചെയ്യണം. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ് ആദ്യം വന്നതെന്ന് വെച്ചാൽ നമ്മൾ കോമ ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് കാണാം. If you have any queries, comma, please contact me. ഇതില് if you have any queries എന്നുള്ളത് ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇട്ടിട്ടുണ്ട്. പ്ലീസ് കോണ്ടാക്ട് മീ എന്നുള്ളത് അതിനെ നമുക്ക് വേറൊരു സെന്റൻസ് ആക്കിയിട്ട് എഴുതാം. പ്ലീസ് കോണ്ടാക്ട് മീ ഇഫ് യു ഹാവ് എനി ക്വയറീസ്. ഇതിൽ ആദ്യം വന്നിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ കോമ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കേസ് നോട്ടിലേക്ക് പോകാം. ഇത് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ലയണൽ രാമമൂർത്തിയുടെ കേസ് നോട്ടാണ്. ഇത് OETയുടെ സാമ്പിൾ കേസ് നോട്ടാണ്. താങ്ക് യു OET ഫോർ അലൗവിങ് us to take this case note for teaching purpose. ഈ കേസ് നോട്ടിൽ നമുക്ക് സിമ്പിൾ സെന്റൻസും കോമ്പൗണ്ട് സെന്റൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കോമ്പൗണ്ട് സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് ഇവിടെ യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്.
കോമ്പൗണ്ട് സെന്റൻസ് ആണ് ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് കോംപ്ലക്സ് സെന്റൻസ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് എല്ലാ സെന്റൻസുകളെയും നമുക്ക് കോംപ്ലക്സ് സെന്റൻസിലേക്ക് ആക്കിയിട്ടില്ല. നമുക്കിതിൽ നോക്കാം. Despite having 2 sons, Mr. Ramamurthy lives at a community retirement home in Newtown after his wife's demise. ഇതില് having 2 sons കഴിഞ്ഞിട്ട് നമ്മളൊരു കോമ ഇടേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം മിസ്റ്റർ രാമമൂർത്തി, അതായത് ഡിസ്പൈറ്റ് ഹാവിങ് 2 സൺസ് എന്നുള്ളത് ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അത് കാരണം നമ്മൾ അത് കഴിഞ്ഞ് ഒരു കോമ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാം, മിസ്റ്റർ രാമമൂർത്തി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ആർത്രൈറ്റിസ് മെയിൻലി ഇൻ ഹിസ് ഫിംഗേഴ്സ്, കോമ ഫോർ വിച്ച് ഹി ഈസ് ഓൺ വോൾട്ടാരൻ. ഇവിടെ നമുക്ക് കാണാം, മിസ്റ്റർ രാമമൂർത്തി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ആർത്രൈറ്റിസ് മെയിൻലി ഇൻ ഫിംഗേഴ്സ്. അത് കഴിഞ്ഞ് നമ്മളൊരു കോമ ഇട്ടിട്ട് വേണം നെക്സ്റ്റ് ക്ലോസ് തുടങ്ങാനായിട്ട്. ഫോർ വിച്ച് ഹി ഈസ് ഓൺ വോൾട്ടാരൻ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ കാണാം, മിസ്റ്റർ രാമമൂർത്തി ഹാഡ് ഡിക്രീസ്ഡ് ഐസൈറ്റ് ഡ്യൂ ടു കാറ്ററാക്ട് ആൻഡ് വിച്ച് were removed 16 months ago. However, he needs regular follow-up. Next one, as a result of increasing shortness of breath on exertion, he ambulated only short distance. ഇതിൽ as a result of increasing shortness of breath on exertion, അതിനുശേഷം ഒരു കോമ യൂസ് ചെയ്തിട്ട് he ambulated only short distance. എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രം ആംബുലേറ്റ് ചെയ്യുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസിങ് ഷോർട്ട്നെസ് ഓഫ് എക്സേർഷൻ. നെക്സ്റ്റ് സെന്റൻസ്, however his inflammatory markers are back to normal, he has a dry cough, chest and abdominal pain. ഇതില് his inflammatory markers are back to normal, നോർമൽ ആയിട്ടുണ്ടെങ്കിലും he has a dry cough and a chest abdominal pain എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാരണം നമ്മൾ his inflammatory makers are back to normal കഴിഞ്ഞ ഒരു കോമ കൊടുത്തിട്ടാണ് he has a dry cough and chest abdominal pain എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സെന്റൻസിലേക്ക് നമുക്ക് പോകാം. Mr. Ramamurthy has chest pain, therefore he was initiated with chest physiotherapy and encouraged to do deep breathing and coughing exercise. ഇവിടെ നമ്മൾ therefore Mr. Ramamurthy has chest pain എന്ന് പറഞ്ഞിട്ടുണ്ട്. Therefore he was initiated with chest physiotherapy and encouraged to deep breathing and coughing exercise. ഇതിലെ ഒരു സിമ്പിൾ സെന്റൻസും കോമ്പൗണ്ട് സെന്റൻസും കൂടി യോജിപ്പിച്ചാണ് നമ്മൾ ഈ കോംപ്ലക്സ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇത് നമ്മൾ മുമ്പ് കണ്ട അതേ സെന്റൻസ് തന്നെയാണ്. ഇത് എല്ലാ ലെറ്റേഴ്സിലും നമ്മൾ എഴുതുന്നതുമാണ്. ഇഫ് യു ഹാവ് എനി ഫർദർ ക്വയറീസ്, പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോണ്ടാക്ട് മീ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെ തന്നെ ഡിഫറെന്റ് വേയിൽ എഴുതാം. അതായത് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോണ്ടാക്ട് മീ എന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം. പക്ഷെ അത് ആദ്യം എഴുതുമ്പോൾ കോമ ഇടേണ്ട ആവശ്യമില്ല. പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോണ്ടാക്ട് മീ ഇഫ് യു ഹാവ് എനി ഫർദർ ക്വയറീസ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് മാത്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഓരോ കേസ് നോട്ട് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് കോമ്പിറ്റൻസി ഇതിൽ കൂടി തന്നെ കൂട്ടാനായിട്ട് സാധിക്കും. ഇത് തന്നെ നിങ്ങൾ കോപ്പി ചെയ്ത് ചെയ്യണമെന്നല്ല പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തന്നിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു കേസ് നോട്ടിനെ നമുക്ക് സിമ്പിൾ സെന്റൻസും കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും ആക്കി മാറ്റാം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് ബിഗിനേഴ്സിന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണിത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ലാസ്റ്റ്
സ്റ്റെപ്സ് എത്തുമ്പോഴത്തേനും തന്നെ കറക്റ്റ് ആയിട്ടൊരു ലെറ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു യൂസ്ഫുൾ വീഡിയോയാണ് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടെ നമ്മുടെ മെന്റൽ ഫാദർ സലീം ജോസഫിന് നന്ദി പറയുന്നു. അതോടുകൂടി തന്നെ എഡ്യൂസ്കിൽ ഇന്റർനാഷണലിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അഡ്മിൻ പാനൽ മെമ്പേഴ്സിനും ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു ആശ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പം നല്ല ക്ലിയർ ആയിട്ട് ആശ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെ ഒരു കമ്പൗണ്ട് സെന്റൻസിനെ അല്ലെങ്കിൽ സിമ്പിൾ സെന്റൻസിനെ ഒക്കെ ജോയിൻ ചെയ്ത് എങ്ങനെ കോംപ്ലക്സ് സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഉള്ളത് പറഞ്ഞു തന്നു. അപ്പം അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എപ്പോഴും ഓർത്തിരിക്കുക, ഡിപ്പെൻഡന്റ് ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ്, എവിടെയാണ് കോമ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഭാഷ വളരെ ക്ലിയർ ആയിട്ട് അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതേപോലെ എന്ത് ചെയ്യുക, കേസ് നോട്ട് സിമ്പിൾ സെന്റൻസസിലേക്ക് ആക്കുക, അതിനെ കമ്പൗണ്ട് സെന്റൻസിലേക്ക് ആക്കുക, പിന്നെ കോംപ്ലക്സ് സെന്റൻസസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമുക്ക് നമ്മുടെ ലാംഗ്വേജ് കോമ്പറ്റൻസി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു. അപ്പൊ ആശ പറഞ്ഞതുപോലെ എഡ്യൂസ്കിൽ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആണ്. ഒരു രൂപ പോലും നമുക്ക് ഇവിടെ മുടക്കേണ്ടതായിട്ടില്ല OET പഠിക്കുന്നതിനായിട്ട്. അപ്പം എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ലേണിംഗ്. OET നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.